അസ്സലാമു അലൈക്കും. മൈമുൻസ് കിച്ചണിൽ ഞാനിന്ന് കാണിക്കുന്നത് നമ്മൾ സാധാരണ ബർഗർ ഷോപ്പിലൊക്കെ പോയാൽ കാണുന്ന ക്ലബ് സാൻഡ്വിച്ച് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കാമെന്നാണ്. 3 തരം സ്റ്റഫിംഗ് വെച്ച് വളരെ ടേസ്റ്റിയായി തയ്യാറാക്കുന്ന ഈ ക്ലബ് സാൻഡ്വിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാൻ 3 സ്റ്റഫിങ്ങിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ആദ്യം പുതിന ചട്നി തയ്യാറാക്കണം. ഇനി അടുത്ത ലെയറിനായി ചിക്കൻ മയണൈസ് മിക്സ് തയ്യാറാക്കണം. അതായത് മയണൈസിൽ വേവിച്ചെടുത്ത ചിക്കൻ മിക്സ് ചെയ്ത് വെക്കാം. പിന്നെ വേണ്ടത് പിസ്സ സോസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് എടുത്ത് അതിൽ 2 ടേബിൾ സ്പൂൺ മയണൈസ് മിക്സ് ആക്കി വെക്കണം. ഇനി നമുക്ക് പുതിന ചട്നി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനായി 1/2 കപ്പ് തേങ്ങ, 1 പിടി മല്ലിയില, പുതിനയില, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പും 1 മുറി നാരങ്ങയും ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കണം. ഇതിൽ 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നമുക്കിത് ഒരു പേസ്റ്റ് ആക്കിയെടുക്കാം. നമ്മുടെ പുതിന ചട്നി ഇപ്പോൾ ഇവിടെ തയ്യാറായി. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി വേണ്ടത് 3-4 പീസ് എല്ലില്ലാത്ത ചിക്കൻ എടുത്ത് ഉപ്പും കുരുമുളകും പുരട്ടി 1/2 കപ്പ് വെള്ളം ഒഴിച്ചതൊന്ന് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് വന്നാൽ ചൂടാറിയ ശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായി ഷ്രെഡ് ചെയ്ത് വെക്കാം. ഇനി അടുത്തതായി വേണ്ടത് മയണൈസ് ആണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. ഓൾറെഡി ഞാൻ ഇതൊരു വീഡിയോ ആയി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഇനി ഒരു ബൗളിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മയണൈസ് ഇട്ട് അതിലേക്ക് നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ച ചിക്കനും 1 ടീസ്പൂൺ സവാള, കുറച്ച് മല്ലിയില, പുതിനയില എന്നിവ അരിഞ്ഞതും ചേർത്ത് മിക്സാക്കി വെക്കണം. ഇനി അടുത്ത ലെയറിനായി വേണ്ടത് പിസ്സ സോസിൽ 2 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് നന്നായി മിക്സാക്കി വെക്കണം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള 3 ടൈപ്പ് സ്പ്രെഡ് തയ്യാറായി. ഇനി വേണ്ടത് സാൻഡ്വിച്ച് അസംബിൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായി ഞാനിപ്പോൾ 2 ക്ലബ് സാൻഡ്വിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്ലൈസ് ബ്രെഡിൽ റെഡ് സോസ് ഒഴിച്ചു കൊടുത്ത് അതിന് മുകളിൽ കുറച്ച് അരിഞ്ഞു വെച്ച കാപ്സിക്കം, സവാള എന്നിവ വിതറി കൊടുക്കണം. ഇനി ഇത് കവർ ചെയ്യാനായി അടുത്തൊരു ബ്രെഡ് വെച്ച് അതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ച ചിക്കൻ മയോ മിക്സ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗവും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത ശേഷം അതിന് മുകളിലേക്ക് അടുത്ത ബ്രെഡ് സ്ലൈസ് വെച്ച് അതിലേക്ക് ഗ്രീൻ ചട്നി അല്ലെങ്കിൽ പുതിന ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് മുകളിൽ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കാതെയും നമുക്കിത് കവർ ചെയ്ത് വെക്കാം. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനായി 1/2 കപ്പ് കോൺഫ്ലവർ, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ആക്കുക. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മല്ലിയില, പുതിനയില എന്നിവ അരിഞ്ഞതും ചേർത്ത് നന്നായി മിക്സ് ആക്കണം. ഈ മിക്സ് നമ്മുടെ ഈ സാൻഡ്വിച്ചിൻ്റെ എല്ലാ ഭാഗത്തും കോട്ട് ചെയ്യുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. കാരണം സൈഡിൽ നിന്നൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ചൂടായ എണ്ണയിലേക്കിട്ട് 4 ഭാഗവും സാവധാനം മറിച്ചിട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം. ഇങ്ങനെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള വെജിറ്റബിൾസോ ചിക്കൻ സ്പ്രെഡുകളൊന്നും പുറത്തേക്ക് പോവാത്ത രീതിയിലായി കിട്ടും. അപ്പം എല്ലാ ഭാഗവും സാവധാനം ശ്രദ്ധിച്ച് തിരിച്ചിട്ടതിന് ശേഷം മൊരിഞ്ഞു വന്നാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മുടെ ക്ലബ് സാൻഡ്വിച്ച് തയ്യാറായി. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് കട്ട് ചെയ്ത് ചൂടോടെ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയായ ക്ലബ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിംഗ് വേണമെങ്കിലും ഇതിന് തിരഞ്ഞെടുക്കാം. ഇനി വെജിറ്റബിൾസ് കൂടുതൽ വേറെ ആവശ്യമുള്ളവർക്ക് വേറെ വെജിറ്റബിൾസും ആഡ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ്.